ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കേ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് ചെയ്ത് നിൽക്കുകയാണ്. പ്രതിരോധം, പല കാര്യങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ളൊരു അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം പ്രതിരോധിക്കണമെന്ന് നമ്മളുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷെ ആ കാര്യം നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നു. അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾ കൈവരിച്ചിട്ടുണ്ടാവും. പക്ഷെ കാര്യം അടുത്തോട്ട് വരുമ്പോൾ നമ്മളുടെ ശക്തി ചോർന്നു പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ധൈര്യം പോവുക, നമ്മളുടെ മനസ്സ് നമ്മളുടെ പിടിയിലല്ലാതെ വരിക. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പോലെ. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു പരിപാടി അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യത്തിന് എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ ദൈവം തമ്പുരാൻ തന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിക്കണം, എന്തെങ്കിലും മിറാക്കിൾസ് സംഭവിക്കണം. കാരണം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം, പലതരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിങ്ങളൊരു കുടുങ്ങിക്കിടക്കുന്നു. അതായത് നിങ്ങളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നു. ശരീരം, നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് ശരീരം വഴങ്ങുന്നില്ല. മനസ്സിലായോ? ശരീരത്തിനും ബുദ്ധിമുട്ട് സ്വന്തമായിട്ട് കൊടുക്കുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. ഒരുപാട് സ്നേഹിക്കാൻ അറിയാവുന്ന, ഒരുപാട് കെയറിങ് ചെയ്യാൻ അറിയാവുന്ന, ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതിന് കഴിവുള്ള ആളുകളാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. നല്ല രീതിക്ക് സ്നേഹം, നല്ല രീതിക്ക് ദയ, നല്ല രീതിക്ക് ഒരു ഹ്യൂമൻ കൈൻഡ് എന്നൊക്കെ പറയില്ലേ, ഒരാളുടെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ദയ തോന്നുക, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ ഒരു വിഷമം തോന്നുക, ഒരുപാട് സ്നേഹിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ള ആളുകളാണ് ഇത് കാണുന്നത്. പക്ഷേ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ സ്നേഹം നിക്ഷേപിച്ച സ്ഥലം തെറ്റിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയ സ്ഥലം തെറ്റായിട്ടുള്ള പരിപാടിയിലായിപ്പോയി. കാരണം നിങ്ങൾക്ക് പലരുടെയും ജീവിതത്തിൽ ആ വ്യക്തി ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വേണോ? പകുതി വേണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന്റെ ഈ ഒരു സിറ്റുവേഷൻസ്, അതായത് ഈ ഒരു വ്യക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അതുപോലെ പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. ഒന്ന് മാറണം, എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ മാറി എന്നെ ഒന്ന് നോർമലായിട്ട് നടത്തണം, എനിക്ക് നോർമലായിട്ട് എല്ലാരെ പോലെയും ചിരിക്കണം, എനിക്ക് നോർമലായിട്ട് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കണം, എനിക്ക് നോർമലായിട്ട് എല്ലാ ട്രാവലിങ്ങിലും പങ്കെടുക്കണം, എല്ലാ പരിപാടികളിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും സംസാരിക്കണം, ചിരിക്കണം, കളിക്കണം, പോണം, വരണം, അങ്ങനെയുള്ള പല വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ണടച്ചിരുട്ടാക്കുവാണ്. കുറച്ച് പേര് നാളെ നോക്കാം, ഇന്നിപ്പോൾ എന്തായാലും കഴിയട്ടെ,
കുറച്ച് പേര് നാളെയും കഴിയട്ടെ, മറ്റന്നാളും കഴിയട്ടെ, അടുത്ത ആഴ്ചയും കഴിയട്ടെ, ഞാനിവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിഷമിക്കാം. എൻ്റെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ ഒന്ന് ഞാൻ റീകളക്ട് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്ന ആളുകളെ പറ്റി ഞാൻ കുറച്ചൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ കുറച്ച് മച്ചമ്പീസ് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ച് പേര് അതായത് സ്വന്തമായിട്ടും ശപിക്കും. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്ന ആളെ ഞാൻ ശപിക്കും. അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മനസ്സിനൊരു പിന്മാറ്റം ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സ്, നിങ്ങളുടെ ശരീരവും മനസ്സും രണ്ടും രണ്ടായിട്ടാണ്. അതായത് എന്താ പറയാ, നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങള് ശരീരത്തിന് പോലും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോകുന്ന അവസ്ഥ. പല കാര്യങ്ങളും എനിക്ക് അത് ചെയ്തു തീർക്കാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടാവും. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ മൈൻഡിൽ ബ്ലാങ്ക് ആയിട്ട് പോകുന്ന അവസ്ഥ. പക്ഷെ ദൈവം പറയുന്നുണ്ട് ഞാനത് ശരിയാക്കാം. യൂണിവേഴ്സ് പറയുന്നുണ്ട് ഞാനത് ശരിയാക്കാം, നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. പക്ഷേ നിങ്ങളത് കേൾക്കുന്നില്ല. ഞാൻ നിനക്ക് പല കാര്യങ്ങളും ശരിയാക്കി തരാം, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ അത് നിങ്ങൾ ഇല്ല, എനിക്ക് പാസ്റ്റ് മെമ്മറീസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഞാൻ ആ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ, ഞാൻ 1950 നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഞാനിതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് മെമ്മറീസ് ഒക്കെ ഒന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇത്തിരി വിഷമിക്കട്ടെ, എനിക്ക് ഈ മെമ്മറീസിൽ കൂടി ജീവിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കുവാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ദൈവം വരൂ നിന്നെ ഞാൻ കൈപിടിച്ച് ചേർത്താം, വേണ്ട. ആനകൊണ്ടിന് പോലും ഇത്രയും ശക്തിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പാമ്പം പാലത്തിന് കല്ലിട്ടതിന് പോലും ഇത്രയും ഉറപ്പില്ല. അതുപോലെ എവിടെയാണ് ഇരുന്നത് അതുപോലെ ഉറപ്പിച്ച് അവിടെ ഇരിക്കുവാണ്. ഞാനിവിടെ തന്നെ ഇരിക്കുള്ളൂ, ഞാനിവിടെ തന്നെ ഇരിക്കും. എനിക്ക് പലതും ആലോചിക്കാനുണ്ട്. എനിക്കതിൽ ആലോചിക്കണം, എനിക്ക് അതിൻ്റെ അകത്ത് വിഷമിക്കണം, എനിക്ക് അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നടത്താറുണ്ട്. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം, അതാണ്. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. എനിക്ക് എല്ലാവരെ പോലെ നോർമൽ ആവണം, എനിക്ക് രക്ഷപ്പെടണം. എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം. അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. എന്നെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ഞാൻ സ്നേഹിക്കും. ഞാനൊരു 50 പൈസയുടെ മിഠായി കൊടുത്താലും എനിക്ക് ആ 50 പൈസയുടെ മിഠായി എനിക്ക് തിരിച്ചു തരണം. പക്ഷെ അത് ഞാൻ പറയില്ല, അറിഞ്ഞ് എനിക്ക് തരണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതാണ് കേട്ടോ. ഞാൻ സ്നേഹിക്കും, അതേ അളവിൽ എന്നെ സ്നേഹിക്കണം. എന്നെ 2 കെയറിങ് എന്നെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീഴും. ഞാനല്ല, നിങ്ങൾ കേട്ടോ. എന്നെ ഒരു 2 സോപ്പിടുന്ന 2 സംസാരം സംസാരിച്ചാൽ മതി, ഞാനവിടെ ഫ്ലാറ്റ് ആണെന്ന്. അങ്ങനെയൊക്കെ വിചാരമുള്ള ആളാണ്, അല്ലെങ്കിൽ ആളുകൾ. കാരണം നിങ്ങൾക്ക് സ്നേഹിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്നേഹിക്കപ്പെടാനാണ് ഇഷ്ടം. സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. നമുക്കത് വാശി പിടിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോ അത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? ഇല്ല. അതെന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലും. 1/2 കിലോ സ്നേഹം തരുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? ഇല്ല. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മളതൊന്ന് അത് നമ്മൾ തന്നെ ആ എക്സ്പെക്ടേഷൻസ് ഒന്ന് ഒഴിവാക്കണം. നിങ്ങൾ സ്നേഹിച്ചോ, ഓക്കെ. പക്ഷെ നമ്മൾക്ക് എന്നെ ഇത്രയും സ്നേഹിക്കണം, ഞാൻ ഇത്രയും സ്നേഹിച്ചതല്ല, എന്നെ ഇത്രയും സ്നേഹിക്കണം എന്നുള്ള ആ ഒരു പുറത്ത് കാണിക്കില്ല. പക്ഷെ മനസ്സിൻ്റെ അകത്തുണ്ട്. എന്നോട് ഒന്ന് സംസാരിച്ചാൽ മതി, അല്ല എൻ്റെ കൂടെ നിന്നാൽ മതി. എല്ലാം പറഞ്ഞും എല്ലാം സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും മറന്ന് എൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ പല രീതിയിലുള്ള ദേഷ്യം കാണിക്കും, പല രീതിയിലുള്ള പ്രവർത്തികൾ കാണിക്കും. നിന്നെ ഞാൻ അങ്ങനെ ശരിയാക്കി തരാം, നിന്നെ ഞാൻ അവിടെ വെച്ചെടുത്തോളാം, നിന്നെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം കാണിക്കും, പ്രവർത്തിക്കും. പക്ഷേ ഒന്നുമല്ല, പാവങ്ങളാണ്. മനസ്സിലായോ? ആ പറയുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോ മറ്റേ എന്താണ്
ഈ നെന്മാറ ദേശവും വല്ലങ്ങി ദേശക്കാരും തമ്മിലുള്ള മറ്റേ പടക്കം പൊട്ടിക്കൽ മത്സരം പോലെ ഇരിക്കും. മനസ്സിലായോ? കട്ടക്ക് കട്ടക്ക് നിൽക്കും. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു ആളുകളാണ്. ആ തൽക്കാലമുള്ള ഇത് മാത്രമുള്ള, അല്ലാതൊന്നുമില്ല. സ്നേഹിക്കാൻ അറിയാവുന്ന കുറച്ച് ആളുകളാണ്. പക്ഷെ സ്നേഹിക്കാൻ അറിയാം, അത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ സ്നേഹിക്കപ്പെടണം എന്ന് വാശി പിടിക്കരുത്. കാരണം നിങ്ങൾ ഒരാളെ പിടിച്ചാ മറ്റേ ഉടുപ്പ് പിടിക്കണ പോലെ വിടില്ല, മനസ്സിന്ന് വിടില്ല. പിടിച്ചാ പിടിച്ചതാണ്, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഞാൻ വിടില്ല അങ്ങനെ. കാരണം എനിക്കിഷ്ടമാണ്, അതാണ് എൻ്റെ റീസൺ. എൻ്റെ അല്ല, നിങ്ങളുടെ കേട്ടോ. എനിക്കിഷ്ടമാണ്, എനിക്കിത് വേണം. ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, അതിനുവേണ്ടി ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കുറേ ആളുകൾ ഇപ്പോൾ ആ വിഷമങ്ങളിൽ നിന്നൊക്കെ റിക്കവേർഡ് ആകണം, റിക്കവറി ചെയ്തെടുക്കണം എന്ന് മനസ്സിൻ്റെ അകത്ത് ഒരു തീരുമാനം, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ചെറിയ ചെറിയൊരു കാര്യങ്ങളൊക്കെ വന്നിട്ട് പതിയെ പതിയെ അതിൽ നിന്ന് ഒരു ബോധവൽക്കരണം പോലെ, ഒരു ക്ലാരിറ്റി പോലെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിൽ നിന്ന് കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം. നിങ്ങൾ ഇതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഉണ്ടാക്കി കൊടുക്കും. കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയി പെട്ടുപോയ ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകളും ഇതിൻ്റെ അകത്ത്, അതായത് നമ്മൾ ഒരു അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോയ ആളുകളും ഉണ്ട്. കാരണം അതായത് നമ്മൾക്ക് ഒരു ചെറിയൊരു കാര്യത്തിന് വരും വരായികകളെ പറ്റി ചിന്തിക്കാതെ തൽക്കാല കാര്യത്തിന്, അല്ലെങ്കിൽ തൽക്കാലം ഇപ്പൊ ഇന്ന് ഓക്കെ, പക്ഷെ അതിന്റെ ഒരു ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതെ ഒരു, അതായത് നമ്മളുടെ കഷ്ടകാല സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ കഷ്ടകാല സമയത്ത് വന്നു ചേരുന്ന പല പരിപാടികളും ഉണ്ടല്ലോ, അത് നമ്മളെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് മെന്റലി ഫിസിക്കലി നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു കാര്യത്തിലോട്ടൊക്കെ നിങ്ങളുടെ ആ ഒരു ചെറിയ ഒരു സെക്കൻഡിന്റെ ആ ഒരു തീരുമാനം, അത് ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന നിങ്ങളെ മനസ്സിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിപ്പോയി. മനസ്സിലായോ? പക്ഷെ ഇപ്പോഴും പല സിറ്റുവേഷനിലും പല കാര്യത്തിനും പല വ്യക്തികളുടെ വരവിനായിട്ടും പല വ്യക്തികളുടെ ഒരു ക്ലാരിറ്റിക്കും വേണ്ടിയിട്ടും വെയിറ്റിംഗ് ആണ്. കാരണം നിങ്ങളോട് പല ആളുകളും പല രീതിയിൽ പല വിധത്തിലുള്ള ആളുകൾ ഇപ്പോൾ ആ സിറ്റുവേഷനിലെ പറ്റിയും ആ സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന ആളുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ പല ന്യൂസുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രവർത്തികൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം, എവിഡൻസ് സഹിതം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. പക്ഷേ പൂർണ്ണമായിട്ടും മനസ്സ് അംഗീകരിക്കുന്നില്ല, പൂർണ്ണമായിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അക്സെപ്റ്റ് നടന്നിട്ടില്ല. മനസ്സിലായോ? ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. നമ്മൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള അഡിഷൻ, പല വിധത്തിലുള്ള കാര്യത്തിൽ നമ്മൾ പോയി പെടരുത്. മനസ്സിലായോ? മദ്യപാനം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ആയിരിക്കാം, വേറെ പല കാര്യങ്ങളും ആയിരിക്കാം. അതൊരു നമ്മളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു വലിയ ഒരു പരിപാടിയിലോട്ടാണ് പോയി പെടുന്നത്. പിന്നെ അത് എന്തെന്നാ, നിന്നെ രക്ഷിക്കാൻ ആരും വരുവാണോന്ന് ചോദിക്കുന്ന പോലെ, ഇനി അതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ഒരു കാര്യത്തില് എന്താ പറയാ, ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തയിലോട്ട് പോയി. അതായിരിക്കും ഏറ്റവും വലിയ വിപത്ത്. മനസ്സിലായ? അതിലോട്ടൊന്നും ദൈവത്തോർത്ത് പോകരുത്. ഞാൻ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ കേൾക്കുന്നോണ്ട് പറയാണ്, ദൈവത്തോർത്ത് ആരും അതിനെ ആശ്രയിക്കരുത്. ദൈവം തമ്പുരാനോർത്ത് ആരും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ പോവേ ചെയ്യരുത്. മദ്യപാനം ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൽ പരമായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒരു പരിപാടിയിലും നമ്മളുടെ ആ തൽക്കാല വിഷമത ഓർത്ത് പോവരുത്. അത് നമ്മളെ നശിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ,
നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് വേറെ ഇങ്ങനത്തെ ഉള്ള പരിപാടിയിൽ പോയാൽ അത് നമ്മളുടെ ജീവിതകാലം മുഴുവനും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. ഓക്കെ. ഓക്കെ. അതായത് മറ്റുള്ളവര് ഉപദ്രവിക്കുന്ന ആളുകളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവം, ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ നേരിടുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ദേഷ്യം, അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ദേഷ്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരോട് എന്താ പറയാ, ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നവരോടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, അവർക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ. കാരണം നിങ്ങൾ 24 മണിക്കൂറും ചിന്തക്കാരല്ലേ. അപ്പൊ ആ ചിന്ത ഒന്ന് കുറക്കുക. കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന്, അനാവശ്യത്തിനും ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ മനസ്സിൻ്റെ അകത്ത് സ്വന്തമായിട്ട് വഴക്കിടുന്നു, സ്വന്തമായിട്ട് ശപിച്ച് ജീവിക്കുന്നു, സ്വന്തമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. മറ്റുള്ളവർക്കും ആ ഒരു എനർജി പാസ് ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങളും ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പെറ്റ്സ്, ഒരു പെറ്റ്, പൂച്ച, പട്ടി, അല്ലാന്നുണ്ടെങ്കിൽ നായ്ക്കുട്ടി, അല്ലെങ്കിൽ ലവ് ബേർഡ്സ്, ആനക്കമ്പക്കാരൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ആനക്കമ്പത്തിന്റെ ആളാണോ? ട്രാവലിംഗ് ചെയ്യുന്ന ആളാണോ? അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി വരണം. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ, നിങ്ങളെ തോൽപ്പിച്ച് പോയവരുടെ മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കണം എന്ന് മനസ്സിൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. അത് ഒരു ഉയർത്തെഴുന്നേറ്റ് ചെയ്യാൻ താല്പര്യവുമുണ്ട്. പക്ഷേ ആക്ഷനിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ക്ലാരിറ്റിയും കാര്യങ്ങളിലൊക്കെ പതിയെ പതിയെ ഗ്രാജുവലി വരുന്നതേ ഉള്ളൂ. ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വൈസ് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ദൈവം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, ഞാനല്ല കേട്ടോ, യൂണിവേഴ്സ് പുതിയ കാര്യങ്ങളും പുതിയൊരു ബന്ധം, പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തരാൻ റെഡിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു കൺകെട്ടെന്ന് പറയുന്ന പോലെ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ 1,00,000 പേരുണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ ഒരാളെ മാത്രമേ നിങ്ങളുടെ കണ്ണിൽ കാണുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് പ്രശ്നം. ഈ 1,00,000 പേരുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരാളെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ 10 കോടി പേരുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കാണുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. പക്ഷേ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനും ഇതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാനും നിങ്ങൾ ഈ സമയം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് 2 എണ്ണം എടുത്ത് നോക്കാം. 2 എണ്ണം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. വൈദ്യന്മാരൊക്കെ കാണുന്നുണ്ട്. എനിക്കറിയാം, വൈദ്യന്മാരൊക്കെ കാണുന്നുണ്ടാവും. ഡോക്ടേഴ്സ് ഒക്കെ കാണും. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാട്ടാ. ഓക്കെ. ലേണിംഗ് എക്സ്പീരിയൻസ്, റൊമാൻസ് ആൻഡ് കണക്ഷൻ. അപ്പൊ എന്താണ് ഇച്ഛിച്ചത്, എന്താണ് കൽപ്പിച്ചത്? ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അല്ലാതെ ഇപ്പൊ യൂണിവേഴ്സ് പറയുന്നത്, അല്ലാതെ അവിടെ പാമ്പമ്പാലത്തിന് കല്ലിട്ട പോലെ ഇരിക്കാതെ, അല്ലെങ്കിൽ ആനപോണ്ടായിട്ട് അവിടെ ഇരിക്കാതെ. ആനപോണ്ടെന്ന് പറയുന്ന സാധനം പശ പോലത്തെ ഒരു സാധനമല്ല, അവിടെ ഒട്ടിച്ച് അവിടെ ഇരിക്കും.
എണീക്കാൻ പറ്റൂല. ഷിപ്പ്യാർഡിലെ ക്രെയിൻ കൊണ്ടുവന്ന് വലിച്ചാലും എഴുന്നേക്കൂല. ഷിപ്പ്യാർഡിലെ ക്രെയിൻ തോറ്റ് തുന്നം പാടി തിരിച്ചു പോകും. അങ്ങനത്തെ ഒരവസ്ഥയാ. കാരണം ഷിപ്പ്യാർഡിലെ ക്രെയിൻ എന്നൊക്കെ പറയുമ്പോ കപ്പൽ പൊക്കാൻ പറ്റുന്ന സാധനമല്ലേ. അത് വെച്ച് നിങ്ങളെ പൊക്കാൻ നോക്കിയാൽ എനിക്ക് ഇത്തിരി ചിന്തിക്കാനുണ്ട്, ഒന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞ് നിങ്ങള് കൊഞ്ഞനം കാണിച്ചു വിടും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അല്ലാതെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കുറച്ചു നേരം അപ്പുറത്ത് പോയിരുന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിടുന്നു. ഒന്ന് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ സന്ദർഭങ്ങളും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നല്ല നല്ല ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാം, നല്ല നല്ല വ്യക്തികളുടെ സംസാരങ്ങൾ കേൾക്കാം, പോസിറ്റീവായിട്ട് തരുന്ന ആളുകളായിട്ട് സംസാരിക്കുക. അല്ലാതെ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഒരാളോട് പറയാം, ഓ നീ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ, നീ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. എടാ നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല നീ ചെയ്തു നോക്കൂ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ സെക്കൻഡ് പറഞ്ഞ ആളാ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞ ആള് ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂല കേട്ടാ. ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പോക്കാണ്, കൊള്ളൂല, പൈസ പോയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ അടുത്ത് പിന്നെ അത് നെഗറ്റീവേ പറയുള്ളൂ. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഉപദേശം തേടാനോ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനോ നോക്കുക. പോസിറ്റീവായിട്ട്, അതായത് ചില ആളുകളില്ലേ, അതായത് അടുത്ത ആഴ്ച ചാവേണ്ടവനെ ഇന്നേ കൊല്ലും. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കൊടുക്കാനും പറ്റും. നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ആ വ്യക്തിയുടെ സംസാരം കേട്ടിട്ട് നമുക്ക് ഒരു നിമിഷമെങ്കിലും ഒന്ന് മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ളവരെ നമ്മൾ പിന്തുടരുക. അല്ലാതെ അങ്ങനെ പോരുത്, അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ ഒരു പോക്കാണ്, അത് വെറുതെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊന്നും കുറച്ച് ആളുകളുണ്ടല്ലോ, അതങ്ങനെ പറയുള്ളൂ. നമുക്കത് ഇപ്പൊ ഒരാളെ ഉപദേശിക്കണമെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉപദേശിക്കുക, അല്ലാതെ ടോട്ടലി അയാളെ നശിപ്പിക്കുന്ന രീതിയിൽ ഉപദേശിക്കരുത്. അതാരാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഉപദേശങ്ങളും കേൾക്കരുത്. ഓക്കെ. റൊമാൻസ് ആൻഡ് കണക്ഷൻ, അതായത് അറിയാലോ, അതാ ഞാൻ പറഞ്ഞ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ത് മിൽക്ക്. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.